വചനയാത്രക്കാർക്ക് തപസ്സുകാലം 3-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അർപ്പിക്കുന്നു. ഇന്നത്തെ ചിന്തകളെ 8 പോയിൻ്റുകളായിട്ട് ക്രമീകരിക്കുകയാണ്. 1. ആരാണ് സമരിയാക്കാർ? സമരിയാക്കാർ യഹൂദ നിയമങ്ങൾക്കെതിരായി ജീവിച്ച ഒരു സമൂഹമായിരുന്നു. സമരിയാക്കാർ എന്ന പ്രയോഗം തന്നെ വെറുക്കപ്പെട്ട ഒന്നായിട്ടാണ് യഹൂദർ കണക്കാക്കിയിരുന്നത്. പുതിയ നിയമത്തിൽ ഗെരിസിം മലയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിൽ വസിച്ചിരുന്ന ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് സമരിയാക്കാർ എന്ന് യോഹന്നാൻ 4:20 നമ്മൾ മനസ്സിലാക്കുന്നു. 2. യഹൂദരും സമരിയാക്കാരും തമ്മിലുള്ള പൈതൃകവും വ്യത്യാസവും. പൂർവ്വപിതാവായ യാക്കോബിനെ യഹൂദരും സമരിയാക്കാരും തങ്ങളുടെ പിതാവായിട്ടാണ് കണ്ടിരുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള പൊതുവായ പൈതൃകം. യാക്കോബ് മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന കാലത്ത് ഒരു കിണർ കുഴിച്ചു. പിന്നെ യാക്കോബിൻ്റെ ജീവിതം മരുഭൂമിയിൽ കിണറിന് ചുറ്റിപ്പറ്റിയായിരുന്നു. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം: സമരിയാക്കാരുടെ ആരാധനാലയം ഗെരിസിം മലയാണ്, യഹൂദർക്ക് ജെറുസലേമും. ഇരു കൂട്ടരും തമ്മിൽ സമ്പർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. മതങ്ങളും രാജ്യങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മെ ചലിപ്പിക്കുന്ന ജീവജലമാക്കണം. ലോകത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ വിശാലതയിലേക്ക് പോകണം. 3. സിക്കാർ പട്ടണം. പണ്ട് യാക്കോബ് വാങ്ങിയ വയലും പുരാതന കാലത്ത് ശെഖേം എന്ന് വിളിക്കപ്പെട്ടിരുന്നതുമായ പട്ടണമാണ് സിക്കാർ എന്ന് ഉൽപ്പത്തി 33:18-20 നാം വായിക്കുന്നു. യഹൂദ ഗ്രന്ഥമായ താർഗുമിൽ ഇവിടെ യാക്കോബിൻ്റെ കിണറുണ്ടായിരുന്നു എന്ന് സൂചനയുണ്ട്. ഈ കിണർ ഗെരിസിം മലയടിവാരത്തിലാണുള്ളതെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. ഉൽപ്പത്തി 48:22. 4. എന്ത് കാരണത്താലാണ് യേശു സമറിയയിലൂടെ കടന്നുപോയത്? സ്നാപക യോഹന്നാൻ സ്നാനപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ആളുകളെ യേശു സ്നാനപ്പെടുത്തി. ഫരിസേയർക്കിത് കണ്ടപ്പോൾ അസൂയ ഉണ്ടായി. അക്കാരണത്താലാകാം യേശു സമറിയയിലേക്ക് പോയത്. അങ്ങനെ സമറിയ എന്ന വലിയ നഗരം തന്നെ യേശുവിൻ്റെ പിടിയിലായി. ഗലീലയിൽ നിന്നും സമരിയയിലേക്കുള്ള യേശുവിൻ്റെ ഈ പിൻവാങ്ങലാണ് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ വഴിത്തിരിവ്. സമരിയാക്കാരിയെ ആത്മീയതയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് യേശു. അവളെ വചനപ്രഘോഷകയാക്കുകയും ചെയ്യുന്നു. 5. യേശുവിൻ്റെ യഥാർത്ഥ വിശപ്പും ദാഹവും. യേശുവിൻ്റെ വിശപ്പ് ആത്മാക്കളെ നേടാനാണ്. യേശുവിൻ്റെ ദാഹം ആത്മാക്കളെ നേടാനുള്ള ദാഹമാണ്. യേശു കുരിശിൽ ദാഹാർത്തനായപ്പോഴും കുടിക്കാൻ കൊടുത്തപ്പോൾ യേശു കുടിച്ചില്ല. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയാൽ ദാഹമുണ്ടാകും. യേശു നമ്മെ പ്രതി നമുക്ക് വേണ്ടി ദാഹിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ജീവജലത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. ഒഴുകുന്ന ജലം, ജീവൻ നൽകുന്ന ജലം എന്നീ 2 അർത്ഥങ്ങൾ ഇവിടെയുണ്ട്. കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലമെന്നാണ് സമരിയാക്കാരി ആദ്യം ഇതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞതാകട്ടെ ആത്മാവിൻ്റെ ജീവനെ പറ്റിയായിരുന്നു. യേശുവിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇവിടെ ജീവജലം. പല പ്രവാചക ലിഖിതങ്ങളും ദൈവകൃപയെ ജീവൻ നൽകുന്ന ജലമായാണ് രേഖപ്പെടുത്തി കാണുന്നത്. യഹൂദ പാരമ്പര്യത്തിൽ തോറയുടെ പ്രതീകമാണ് ജീവജലം. ജീവജലത്തെ മനുഷ്യരെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ജ്ഞാനസ്നാന ജലത്തോട് ക്രിസ്തീയ പാരമ്പര്യം സാമ്യപ്പെടുത്തുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ വിവരണത്തിൽ ജ്ഞാനസ്നാനം ആത്മാവിൽ നിന്ന് പാനം ചെയ്യലാണെന്ന്
കൊറിന്തോസുകാർക്ക് 1 ലേഖനം 12 അധ്യായം 13 വചനം സൂചിപ്പിക്കുന്നു. കിണറ്റിലെ വെള്ളം കെട്ടിക്കിടക്കുന്നു. എന്നാൽ കിണറ്റിലെ വെള്ളം ചലനാത്മകമാകണം. ആ വെള്ളം യേശു തരാമെന്നാണ് പറയുന്നത്. പാരമ്പര്യങ്ങളുടെ, കുടുംബത്തിൻ്റെ, ദുശീലങ്ങളുടെ, തത്വശാസ്ത്രങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ചലിക്കണം. മരുഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവാത്മക കിണറുകളാകണമെന്നാണ് സൂചന നൽകുന്നത്. 6. സമരിയാക്കാരി സ്ത്രീ. അവളുടെ ആദ്യത്തെ ആഗ്രഹം ദാഹം ശമിപ്പിക്കുക എന്നതാണ്. അവളുടെ രണ്ടാമത്തെ അന്വേഷണം എന്താണ് സത്യം, എവിടെയാണത് കണ്ടെത്താനാവുക എന്നുള്ളതാണ്. യേശു അവളോട് പറഞ്ഞത്, നീ ഉള്ളിലേക്ക് തന്നെ നോക്കുക. നിനക്ക് 5 ഭർത്താക്കന്മാരും കർത്താക്കന്മാരും ഉണ്ടായിരുന്നു. അവരിൽ നിനക്ക് തൃപ്തിയില്ലായിരുന്നു. 6ാമനും നിനക്ക് തൃപ്തി തന്നില്ല. ബാൽ എന്ന പദമാണ് ഭർത്താവ് എന്ന് ഭാഷാന്തരീകരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന് കർത്താവെന്നും ദൈവമെന്നും നാഥനെന്നും ഭർത്താവെന്നും തർജ്ജമയാകാം. ഇതിവിടെ നമുക്ക് വീണ്ടും ചിന്തിക്കാവുന്നത്, 5 വിദേശ ഗോത്രങ്ങൾ വടക്കൻ പലസ്തീനയിലെ ഇസ്രായേല്യരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവരുടെ 5 ദേവന്മാരെ ഇസ്രായേൽക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ വിഗ്രഹങ്ങൾ ബാൽ എന്ന പേരിലാണ് അഭിസംബോധന ചെയ്യപ്പെട്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് സമരിയാക്കാരി സ്ത്രീയുടെ മാത്രം ഒരു കഥയല്ല, പിന്നെയോ ആ സമരിയ സമൂഹം സത്യദൈവത്തിൽ നിന്ന് അകന്നു പോയതിനെ സൂചിപ്പിക്കുകയും അവരെ സത്യദൈവത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് പ്രധാന ധർമ്മമായി ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. നിന്നിൽ നിന്ന് പുറത്തുള്ള ഒന്നിനും നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. നീ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ തേടണം, ദൈവത്തെ ആരാധിക്കണം എന്നാണ് യേശു സമരിയാക്കാരി സ്ത്രീയോട് പറയുക. 7. ലോകരക്ഷകൻ. യേശു ആദ്യമായി ഇത് വെളിപ്പെടുത്തിയത് സമരിയാക്കാരി സ്ത്രീക്കാണ്. സ്ത്രീകളെ മുഖ്യധാരയിൽ നിന്ന് അകറ്റിയിരുന്ന സംസ്കാരത്തിൽ യേശു വിയോജനക്കുറിപ്പ് എഴുതുന്നു. യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന ചില ചൊല്ലുകൾ ശ്രദ്ധേയമാണ്. ഭാര്യയോട് പോലും പൊതുസ്ഥലത്തുനിന്ന് സംസാരിക്കാൻ പാടില്ല. ഒരു സ്ത്രീയെ നിയമം പഠിപ്പിക്കുന്നതിലും നല്ലത് നിയമപുസ്തകം തന്നെ അഗ്നിയിൽ ദഹിപ്പിക്കുന്നതാണ്. സിനഗോഗിൽ അവർ പ്രാർത്ഥിച്ചിരുന്നത് യാവേ തന്നെ ആണായി സൃഷ്ടിച്ചതിന് നന്ദി എന്നാണ്. കാരണം സ്ത്രീകൾക്ക് ആത്മാവില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവളിലൂടെ രക്ഷ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുവാനാണ് യേശു ആഗ്രഹിച്ചത്. 8. സമരിയാക്കാരിയുടെ വിശ്വാസ വളർച്ച. 1. ആദ്യം യഹൂദനെ വെറുപ്പോടെ കാണുന്നു. അപരിചിതത്വവും നീരസവും അവൾ പ്രകടമാക്കുന്നു. 2. പിന്നീട് പ്രഭുവായി അവൾ യേശുവിനെ കാണുന്നു. 3. പ്രവാചകനായി യേശുവിനെ കാണുന്നു. 4. മിശിഹായായി യേശുവിനെ കാണുന്നു. 5. ലോകരക്ഷകനായി യേശുവിനെ കാണുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.